എങ്ങനെയാ റിയാസ് മൗലവിയെ കൊന്നത് ഈ തെരുവോരത്തിന് മറക്കാൻ കഴിയുക? ഫൈസലിനെ കൊന്നത് നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? ജുനൈദിനെ കൊന്നത് നമുക്ക് മറക്കാൻ കഴിയാത്തതുപോലെ മദ്രസയിലേക്ക് സഹോദരിയുമായി കാസർഗോഡിന്റെ തെരുവോരത്ത് പിച്ച വെച്ച പ്രഭാതത്തിൽ നടന്ന ഫഹദ് എന്ന പൊന്നുമോനെ കൊന്നത് നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? നമ്മുടെ മകളെ പോലെ പേരമകളെ പോലെ റോസാപ്പൂവിനെ പോലെ സുന്ദരിയായ ആസിഫ ബാനു എന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മതഭ്രാന്ത് നെഞ്ചില് മതഭ്രാന്ത് മനസ്സിൽ വേറിയിട്ട് കാമവറിയന്മാർ ആവോളം ആസ്വദിച്ച് കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ദുഷ്ടചൈതിയെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? മലേഖാവിലെ ബോംബ് സ്ഫോടനം ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. മക്ക മസ്ജിദിൽ നടത്തിയ തമ്മാടിത്തരം ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. അജ്മീർ ദർഗയുടെ ബോംബ് സ്ഫോടനങ്ങളുടെ കഥകള് ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. ആസാമിന്റെ തെരുവോരത്ത് RSS എന്ന ബോഡോ കലാപകാരികൾ നടത്തിയ തോന്നിവാസങ്ങള് ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. ഉത്തർപ്രദേശിൽ നടത്തിയ ഡസൻ കണക്കിന് കലാപങ്ങള് ഇന്ത്യയുടെ തെരുവോരം മറന്നു പോകരുത്. രാജ്യത്തിന്റെ തെരുവോരത്ത് RSSന്റെ കലാപങ്ങള്, വിധ്വംസക പ്രവർത്തനങ്ങള്, ലഹളകള്, എണ്ണിയാൽ തീരാത്ത ഇത്തരം ചെയ്തികള് RSS രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. 30,000-ൽ പരം വരുന്ന അപകടകരമായ കലാപങ്ങള് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരുവോരങ്ങളില് രാജ്യം ഭരിക്കുന്നവർ വെച്ചു പേറുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഇന്നും ഈ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ പേരമക്കളുടെ ഭാവി വർത്തമാന ഇന്ത്യയിൽ അപകടകരമായ രീതിയിലായിരിക്കുമെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബരിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, ജനാധിപത്യ ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലകളില് നാം പുലമ്പിപ്പോന്ന, ഇന്നലകളില് നാം അനുവർത്തിച്ചു പോന്ന അപകടകരമായ മൗനമാണ് ഇന്ന് RSS ഇത്രമേൽ ആധിപത്യത്തോടെ മേൽക്കൊയ്മയോടുകൂടി ജനാധിപത്യ ഇന്ത്യയില് തോന്നിവാസങ്ങൾ നടത്തുന്നതിലേക്ക് ഈ ഇന്ത്യ മഹാരാജ്യം ചെന്നെത്തിപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയുക. ഈ തിരിച്ചറിവോടെ നാളെയുടെ പുലരിയിൽ RSSനെ തിരിച്ചറിഞ്ഞ് തെരുവോരത്ത് മുദ്രാവാക്യം വിളിക്കാൻ ഈ നാട്ടിലുള്ള ജനാധിപത്യ വിശ്വാസികൾ തെരുവോരങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. RSSനെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ടത് നാം എവിടെ നിന്ന് തുടങ്ങേണ്ടതായിരുന്നെന്നറിയോ? ഗുജറാത്ത് മറക്കരുത് എന്ന് പറയുന്ന RSSകാരനോട് മറക്കാതെ ഇന്ത്യയുടെ തെരുവോരം വിളിച്ചു പറയേണ്ട ഒരുപാട് ദുഷ്ട ചെയ്തികൾ ഇന്ത്യ രാജ്യത്ത് RSS നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ തെരുവോരത്തിലൂടെ ലാൽ കൃഷ്ണ അദ്വാനി നടത്തിയ രഥയാത്രകള്, ആ രഥയാത്രകളിലൂടെ ഇന്ത്യയുടെ തെരുവോരത്ത് പിടഞ്ഞു വീണ് മരിച്ച ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളെ നാം മറന്നു കളയരുത്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിച്ച നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരന്റെ ചെയ്തികളെ നാം ഇന്ത്യയുടെ തെരുവോരത്ത് മറക്കാൻ അനുവദിക്കരുത്. 1992 ഡിസംബർ 6 കറുത്ത ദിനത്തില് രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ബാബരയുടെ തങ്കത്താഴിക കുടങ്ങള് തച്ചു തകർക്കുമ്പോ ആ ചെയ്തിയെ ഇന്ത്യയുടെ പൊതുബോധം മറക്കാതെ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ വിളിച്ചു പറയേണ്ടതുണ്ട്. നമുക്കറിയാം, രാജ്യത്തിന്റെ തെരുവോരത്ത് RSSന്റെ കലാപങ്ങള്, വിധ്വംസക പ്രവർത്തനങ്ങള്, ലഹളകള്, എണ്ണിയാൽ തീരാത്ത ഇത്തരം ചെയ്തികള് RSS രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. 30,000-ൽ പരം വരുന്ന
അപകടകരമായ കലാപങ്ങള് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരുവോരങ്ങളില് രാജ്യം ഭരിക്കുന്നവർ വെച്ചു പേറുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. മലേഖാവിലെ ബോംബ് സ്ഫോടനം ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. മക്ക മസ്ജിദിൽ നടത്തിയ തമ്മാടിത്തരം ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. അജ്മീർ ദർഗയുടെ ബോംബ് സ്ഫോടനങ്ങളുടെ കഥകള് ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. ആസാമിന്റെ തെരുവോരത്ത് RSS എന്ന ബോഡോ കലാപകാരികൾ നടത്തിയ തോന്നിവാസങ്ങള് ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. ഉത്തർപ്രദേശിൽ നടത്തിയ ഡസൻ കണക്കിന് കലാപങ്ങള് ഇന്ത്യയുടെ തെരുവോരം മറന്നു പോകരുത്. നാം മറക്കാതെ ഇന്ത്യയിലെ പൗരബോധം ഇത് വിളിച്ചു പറയേണ്ടതുണ്ട്. രാജ്യം ഭരിച്ചപ്പോ അധികാരത്തിന്റെ തിണ്ണബലത്തില് അഖ്ലാഖിനെ അടിച്ചു കൊന്നത് ഇന്ത്യയുടെ തെരുവോരം മറന്നു കളയരുത്. ജുനൈദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ അക്ഷരമുത്തുകള് മനസ്സിൽ കൊത്തിവെച്ച ഹാഫിദായ 16 വയസ്സുള്ള ജുനൈദ് എന്ന് പറയുന്ന ക്ഷുഭിത യൗവനത്തെ ഡൽഹിയുടെ തെരുവോരത്തടിച്ചു കൊന്ന ദുഷ്ടചൈതിയെ ഇന്ത്യയുടെ തെരുവോരം മറക്കരുത്. അഖ്ലാഖിനെ നാം മറക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ജുനൈദിന്റെ ദുഷ്ടചൈതിയെ നാം മറക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ബഹ്ലൂ ഖാനെയും നാം മറന്നു പോകരുത്. ഗോവിന്ദ വൻസാരയെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? എങ്ങനെയാണ് ഡോക്ടർ MM കൽബുർഗിയെ കൊന്നത് ഈ ജനാധിപത്യ ഇന്ത്യക്ക് മറക്കാൻ കഴിയുക? എങ്ങനെയാണ് രോഹിത് വെമുലയെ ഈ ജനാധിപത്യ ഇന്ത്യയുടെ അപകടകരമായ ഭരണകൂടം വേട്ടയാടി കൊലപ്പെടുത്തിയത് എങ്ങനെ ഇന്ത്യയുടെ തെരുവോരങ്ങൾക്ക് മറക്കാൻ കഴിയുക? എങ്ങനെയാ റിയാസ് മൗലവിയെ കൊന്നത് ഈ തെരുവോരത്തിന് മറക്കാൻ കഴിയുക? ഫൈസലിനെ കൊന്നത് നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? ജുനൈദിനെ കൊന്നത് നമുക്ക് മറക്കാൻ കഴിയാത്തതുപോലെ മദ്രസയിലേക്ക് സഹോദരിയുമായി കാസർഗോഡിന്റെ തെരുവോരത്ത് പിച്ച വെച്ച പ്രഭാതത്തിൽ നടന്ന ഫഹദ് എന്ന പൊന്നുമോനെ കൊന്നത് നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? നമ്മുടെ മകളെ പോലെ പേരമകളെ പോലെ റോസാപ്പൂവിനെ പോലെ സുന്ദരിയായ ആസിഫ ബാനു എന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മതഭ്രാന്ത് നെഞ്ചില് മതഭ്രാന്ത് മനസ്സിൽ പേറിയിട്ട് കാമവറിയന്മാർ ആവോളം ആസ്വദിച്ച് കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ദുഷ്ടചൈതിയെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ തെരുവോരം വിളിച്ചു പറയണം, RSSന്റെ ഒരു ദുഷ്ടചൈതിയും ഇന്ത്യയുടെ തെരുവോരം മറന്നിട്ടില്ല എന്ന്. RSSന്റെ ഒരു കിരാതമായ പ്രവർത്തനവും ഇന്ത്യയുടെ തെരുവോരം മറന്നിട്ടില്ലെന്ന്. ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ദൗത്യമാണ് ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSS എന്ന ഫാഷിസം ഇന്ത്യയുടെ തെരുവോരങ്ങളോട് മറക്കാൻ പറയുമ്പോ ആ മറവിക്കുള്ള മരുന്ന് ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ എന്ന മെഡിസിന് ഇന്ത്യയുടെ തെരുവോരത്തിന്റെ ഗ്രാമങ്ങളിൽ ഓരോ പൗരബോധത്തിനും നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെ മറക്കാനുള്ളതല്ല. RSSനെ മറന്നാൽ, RSSന്റെ ദുഷ്ടചൈതികൾ മറന്നാൽ ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന കൊടും വഞ്ചനയാണ്. നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഇത്തരം ചെയ്തികൾ രാജ്യത്ത് സംഭവിച്ചപ്പോ, ഇത്തരം RSSന്റെ തോന്നിവാസത്തരം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചപ്പോ, ഗുജറാത്തിന്റെ തെരുവോരത്ത് നൂറുകണക്കിന് ഉമ്മമാരുടെ അമ്മമാരുടെ ജീവനുകളെ കൊണ്ട് ഹോളി കളിച്ച പ്രവർത്തനം RSS നടത്തിയപ്പോ നമ്മൾ എന്തേ മൗനികളായിരുന്നത്? ഇവിടെ ഏതൊക്കെ തെരുവോരങ്ങളാ ഗുജറാത്തിന്റെ തെരുവോരത്ത് RSSന്റെ തൃശൂരം കണ്ട് അട്ടഹസിക്കുന്ന ഉമ്മക്ക് വേണ്ടിയിട്ട് ഏത് തെരുവോരമാ വർത്തമാനം പറഞ്ഞത്? ഏത് തെരുവോരമാ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംവദിച്ചിട്ടുള്ളത്? ആർക്കാണത് പറയാൻ കഴിയുക? അത് പറയാത്തവര്, മുദ്രാവാക്യം വിളിക്കാത്തവരൊക്കെ ജനാധിപത്യ ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഈ അപകടകരമായ സാഹചര്യത്തിന്റെ ഉത്തരവാദികളാണ് എന്ന് ഓരോരുത്തരും ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും. വർത്തമാന ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ഇത്രമാത്രമുള്ള സ്വാധീനകരമായ ഈ അധികാരത്തിന്റെ തിണ്ണബലത്തിന് ഗുജറാത്തിന്റെ തെരുവോരങ്ങള് ഇന്ത്യയുടെ പൗരബോധത്തിന്റെ മുമ്പിൽ സംവദിക്കാത്ത ഓരോ ഇന്ത്യൻ പൗരനും കാരണക്കാരനാണ് എന്ന് തിരിച്ചറിയാതെ പോകരുത്.
ഇന്നും നമ്മൾ സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങളിൽ എത്ര പേർ കാശ്മീരിന് വേണ്ടി വർത്തമാനം പറയുന്നു? കഴിഞ്ഞ 200 ചില്ലാനമ ദിവസങ്ങളായി ഒരു രാജ്യം സ്വസ്ഥമായി വായു ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത തരത്തില് ഭരണകൂട ഭീകരതയുടെ ഇരകളായി ജീവിക്കുമ്പോ നമ്മുടെ തെരുവോരത്തെവിടെ കാശ്മീരിന് വേണ്ടി ശബ്ദിക്കുന്നത്? ഒരു മതേതരവാദിയെയും നമ്മൾ കാണുന്നില്ലല്ലോ. കാശ്മീർ എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? കാശ്മീരിന് വേണ്ടി സംസാരിക്കാൻ എന്താ ഇവിടുത്തെ മതേതരവാദികൾക്ക്, ഇന്ത്യയുടെ തെരുവോരങ്ങൾക്ക് ഇത്രമാത്രം പ്രയാസം? ഞങ്ങള് രാജ്യത്തിന്റെ ഒട്ടുമിക്ക കോണുകളിലും ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ആ കാശ്മീരിന്റെ ഐക്യദാർഢ്യ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കാശ്മീർ ഏതൊക്കെ കാലം ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടോ ആ കാലത്തോളം കാശ്മീർ ജനത അനുഭവിക്കുന്ന അപകടകരമായ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങള് ഇന്ത്യയുടെ പൊതുബോധത്തിന്റെ മുമ്പിൽ തുറന്നു പറയുകയും ആ ഭരണകൂടത്തിന്റെ തമ്മാടിത്തരങ്ങള് അഭിമാനത്തോടെ നട്ടല് നിവർത്തി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാശ്മീരിന് വേണ്ടി മൗനം അവലംബിച്ചു കൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ജനാധിപത്യ ഇന്ത്യ ഇന്നെത്തി നിൽക്കുന്ന അപകടകരമായ സാഹചര്യത്തിന്റെ ഉത്തരവാദികളാണ് എന്ന് തിരിച്ചറിയാതെ പോകരുത്. മുത്തലാഖ് എന്ന നിയമം വന്നപ്പോ ഇന്ത്യയിലെ പൊതുബോധം സംസാരിച്ചിട്ടില്ലല്ലോ. നമ്മൾ കരുതിയത് കാശ്മീരിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോ നമുക്കെന്താ പ്രശ്നമെന്നാണ്. മുത്തലാഖ് എന്ന നിയമം വന്നാൽ നമുക്കെന്താ പ്രശ്നമെന്നാണ്. ഇന്ത്യയിലെ ഒരു മതേതരവാദിയും മുത്തലാഖിനെതിരെ വർത്തമാനം പറയുന്നതായിട്ട്, മുത്തലാഖിന് വിരുദ്ധമായി സംസാരിക്കുന്നതായി, പ്രകടനം നടത്തുന്നതായി, പ്രക്ഷോഭം നടത്തുന്നതായി നമ്മൾ കാണുന്നില്ല. എന്തേ? മുത്തലാഖ് ഒരു ജനാധിപത്യ ഇന്ത്യയുടെ പ്രശ്നമല്ലേ? ഒരു വളരെ കൃത്യമായി കൊണ്ട് ഓരോ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമം ഒരു ജനാധിപത്യ രാജ്യത്ത് കടന്നു വരുമ്പോ എങ്ങനെയാ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയുക? എങ്ങനെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുക? ഇന്ത്യയുടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക നിയമം, മറ്റു വിശ്വാസികൾക്ക് മറ്റൊരു നിയമം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് നമുക്കൊരു ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? ഇന്നും ഈ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നമ്മളുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, നമ്മുടെ പേരമക്കളുടെ ഭാവി വർത്തമാന ഇന്ത്യയിൽ അപകടകരമായ രീതിയിലായിരിക്കുമെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്